Hi, welcome to Zone of Dora. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ന്യൂ ടോപ്പിക് കുക്കിംഗ് വീഡിയോ ആണ്. ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ റോസ്റ്റ് ആണ്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഡൗട്ട് ആൻഡ് റിസൾട്ട് കമന്റ് ചെയ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളിൽ ഒന്നാണിത്. തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് നെയ്ച്ചോറിന് ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ റോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ചിക്കന്റെ സ്മെല്ല് പോകാൻ വേണ്ടി വിനേഗറും ഉപ്പും ചേർത്താണ് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഇനി ചിക്കനിൽ നമുക്ക് മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വിനേഗർ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വറ്റൽമുളക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് 1 ടീസ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഇവയെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാ ചിക്കൻ പീസുകളിലും പുരണ്ടു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇവ അടച്ചു വെച്ച് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 6 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പഴുത്ത തക്കാളി, പിന്നെ 6 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇത് സവാള വളരെ ചെറുതായി കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക. സവാള കനം കുറച്ച് അരിയുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. തക്കാളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ പച്ചമുളക് 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനവ നീളത്തിലാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനു ശേഷം വെളുത്തുള്ളിയും ഇഞ്ചി ഞാനിവിടെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേറെ കുക്ക് ചെയ്യാത്തത് കൊണ്ട് ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടുക. ചിക്കൻ നന്നായി കുക്കായെന്ന് ഉറപ്പ് വരുത്തണം. ഞാനിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ, വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞ് അതൊരു അരിപ്പയിലേക്ക് കോരി വാങ്ങി വെക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ കനോല ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുക. അതിന്റെ ജസ്റ്റ് പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് ജസ്റ്റ് മുറിച്ച് ഇതിലേക്ക് ഇടുക. ഇനി ഇവയുടെ പച്ചമണം നന്നായി മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇടുക. സവോള ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് നമുക്ക് വഴഞ്ഞു കിട്ടും. ഈ സവോള നമുക്ക് അടച്ചു വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. സവാള വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്ത് 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കണം. സവാള നന്നായി വഴറ്റുന്ന ഉറപ്പ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ടിവ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ഇപ്പൊ നമ്മുടെ തക്കാളി ഏകദേശം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഫ്ലെയിം നമ്മൾ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് അതിന്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ആഡ് ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റ് ഞാനിത് ചിക്കൻ മൂടി വെച്ച് വേവിച്ചു. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിക്കും നെയ്ച്ചോറിനും നല്ല കോംബോ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.